كافر من أصحاب النار قطعا. ഒരാളെ സത്യവിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് ശിർക്കിന്റെ വഴികളെ അവൻ തെരഞ്ഞെടുക്കുകയും അതേ വഴിയിൽ അവൻ മരണപ്പെട്ടു പോവുകയും ചെയ്താൽ അവൻ കാഫിറാണ്, സംശയം വേണ്ട. വഹുവ മിൻ അസ്ഹാബിന്നാർ, അവൻ കാലാകാലം നരകത്തിന്റെ തീയാണ്, നരകത്തിന്റെ വിറകാൻ. കമാ അന്ന മൻ ആമന ബില്ലാഹ് ഫഹുവ മുഅ്മിനുൻ ثم مات مؤمنا فهو من أصحاب الجنة وإن عذب بالنار. ഒരാള് സത്യവിശ്വാസം സ്വീകരിച്ചു, അവന്റെ ജീവിതത്തിൽ അവൻ നന്മകൾ പ്രവർത്തിച്ചില്ല, അള്ളാഹുവിനെ അംഗീകരിച്ചത് മാത്രമല്ലാതെ ഒരു കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട ചരിത്രമില്ല. പക്ഷേ അവന്റെ ഒരു സന്ദർഭത്തിലും ശിർക്കുമായി യാതൊരു ബന്ധവുമില്ലാത്തവനാണ്, അവൻ മുഅ്മിനാണ്. അവൻ മരണപ്പെട്ടു വൈൻ ഉദ്ദിബ ബിന്നാർ, അവൻ നരകത്തിൽ കൊണ്ട് ശിക്ഷിക്കപ്പെട്ടാലും ശരി, ഫഹുവ മുഅ്മിനുൻ, അവൻ സത്യവിശ്വാസിയാണ്. ഫഹുവ മിൻ അസ്ഹാബിൽ ജന്ന, അവന്റെ ശിക്ഷകൾ തീർന്നാൽ അവൻ സ്വർഗത്തിലേക്ക് അല്ലാഹു അവനെ പ്രവേശിപ്പിക്കുമത്രേ. നേരെ സ്വർഗം. മുഅ്മിനായി ജീവിച്ചു, പക്ഷെ നിസ്കരിച്ചില്ല, ഇബാദത്തെടുത്തില്ല, കുറച്ച് ന്യൂനതകളൊക്കെ സംഭവിച്ചു പോയി, എന്നാൽ ശിർക്ക് വച്ചില്ല. അള്ളാഹ്ക്കെതിരെ ഒരാളുണ്ടെന്നും അള്ളാഹ്ക്കെതിരെയുള്ള ആളുകളെ പോയി കൈകാലി പിടിച്ചിട്ട് നീയാണ് ദൈവം എന്റെ കാര്യം സാധിച്ചിടണമെന്ന് അവിടെ ഒന്നും പോയി പറഞ്ഞിട്ടില്ല. അൽഹംദുലില്ലാഹ്, അവൻ തെറ്റുകൾ ചെയ്തു, തൗബ ചെയ്യാൻ മറന്നുപോയി, ശിർക്ക് വച്ചില്ല, മുഅ്മിനായിരുന്നു, അവൻ മരിച്ചുപോയി. അവന്റെ ശിക്ഷകൾ കഴിഞ്ഞാൽ അവനെ അള്ളാഹ് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. പക്ഷെ നമ്മുടെ താത്ത മുസ്ലിമായി ജീവിച്ചു, പർദ്ദയൊക്കെ ഇട്ടു, മഫ്ത ഇട്ടു, കോളേജിൽ പോയപ്പോ ഒരു കുമാരനെ പരിചയപ്പെടുത്തു, അവന്റെ പേര് കുമാർ എന്നായിരുന്നു. അവനുമായി ബന്ധപ്പെട്ടു, അവനുമായി സഹകരിച്ചു, അവനുമായി കൂട്ടുകൂടി. അവനോട് പറഞ്ഞു, എന്റെ ഉപ്പ സമ്മതിക്കൂല, ഞാൻ വേണമെങ്കിൽ എന്നോടൊപ്പം വരാം, നീ തയ്യാറാണോ? ആ ശരി, ഞങ്ങളുടെ സംഘത്തിൽ വന്നാൽ മതി, എല്ലാ പൂർണ്ണമായ സ്വാതന്ത്ര്യം തരാം, ഞങ്ങൾക്ക് പോകാം. ശരി, എന്നാ പോകാം. തലയിൽ നല്ല തട്ടമൊക്കെ ഇട്ട് ബർക്കത്തായിട്ട് 2 റക്അത്ത് ഹാജത്ത് നിസ്കരിച്ചിട്ട് ഇറങ്ങിപ്പോകും. മുശ്രിക്കായിട്ടില്ല, മുശ്രിക്കാവാൻ വേണ്ടി 2 റക്അത്ത് ഹാജത്ത് നിസ്കരിക്കുക. അല്ലാഹു, ഞാൻ പോവാണ്, എന്റെ വഴിയല്ല, നീ എളുപ്പമാക്കി തരണം. ഇതുവരെക്കും നിന്നോട് ഞാൻ ചോദിച്ച എന്റെ കാര്യങ്ങളൊക്കെ സഹായിച്ചു തന്നു, ഒരു തടസ്സം ഉണ്ടാക്കൽ എന്റെ കാമുകനാണ്. ആകെ എനിക്ക് +2 മുതൽ പരിചയമുള്ള ഒരു കാമുകനാണ്. 20 വർഷം എന്റെ ഉപ്പ എനിക്ക് പരിചയമില്ല, 20 വർഷം എന്റെ ഉമ്മ എനിക്ക് പരിചയമില്ല, എന്റെ ജ്യേഷ്ഠനെയോ എന്റെ അനിയനെയോ ഒന്നും എനിക്കറിയില്ല. 2 വർഷം പരിചയപ്പെട്ട കുമാറുമായിട്ട് എനിക്ക് നല്ല ബന്ധമാണ്, നല്ല പ്രണയാണ്. അള്ളാഹ്, വഴി നീ എളുപ്പമാക്കി തരണേ. 2 റക്അത്ത് ഹാജത്ത് അള്ളാഹ് എളുപ്പമാക്കി കൊടുത്തു. നേരെ പോയി അമ്പലത്തിൽ പോയി ആ മാലയിട്ട് പർദ്ദ ഇനി മാറ്റിവെച്ചോ, മഫ്ത ഇനി മാറ്റിവെച്ചോ. ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ വേണ്ട, ഇതൊന്നും നമുക്ക് പറ്റിയ വസ്ത്രമല്ല, ഇതെല്ലാം നീ ദൂരെ കളയുക. ഇനി നിനക്കുള്ള വസ്ത്രം ഞങ്ങൾ അങ്ങോട്ട് തരും, അത് നീ അങ്ങോട്ട് അണിയിച്ചോ. പോയില്ല, ഈമാന്റെ വസ്ത്രം അള്ളാഹ് ഉരിഞ്ഞെടുക്കുകയാണ്, ഈമാന്റെ വസ്ത്രം അള്ളാഹ് ഉരിഞ്ഞെടുക്കുകയാണ്. ഫമാതത് ഫഹിയ കാഫിറ വഹിയ മിൻ അസ്ഹാബിന്നാർ. നഊദു ബില്ലാഹ്. അല്ലാഹു നമ്മുടെ മക്കളെ കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മുടെ മക്കളെ കാത്തിരക്ഷിക്കട്ടെ. നിമിഷ നേരം കൊണ്ട് പോയി ഒരു മുസ്ലിമായ പെണ്ണ് മുസ്ലിമായ ചെറുക്കനോട്ട് ഒളിച്ചോടി. കുറ്റം തന്നെയാണ്, വ്യഭിചരിച്ചു, കുറ്റം തന്നെയാണ്. ശിർക്ക് വെച്ചില്ല, അമ്പലത്തിൽ പോയില്ല, അവിടെ ക്രിസ്ത്യാനി പള്ളിയിൽ പോയില്ല, അവിടെ പോയിട്ട് പൊട്ടത്തില്ല, കുരിശ് വലിച്ചില്ല, മുസ്ലിമായിട്ട് തന്നെ ഒളിച്ചോടൊക്കെ കുറച്ചാളൊക്കെ ജീവിച്ചു, തിരിച്ചു വന്ന് തൗബ ചെയ്തു. അള്ളാഹ് സ്വീകരിച്ചു കൊടുക്കും എന്നും പറഞ്ഞ ആളും പോലെ ഒളിച്ചോടാൻ നിൽക്കണ്ട. അല്ല, ഉദാഹരണം പറഞ്ഞാണ്. അപ്പൊ നമുക്ക് മുസ്ലിങ്ങളുടെ കൂടെ ഒളിച്ചോടാം, എല്ലാ ഉസ്താദ് തന്നെ, അതിൽ വിഷയം വരാം. ആയത്തൊക്കെ വരുന്നുണ്ട്, താഴോട്ടായിട്ട് വരുന്നുണ്ട് സംഭവം. ആരും കിടക്കല്ലേ സംഭവം, വിശദീകരിച്ച് പറഞ്ഞു പോണമല്ലോ. അപ്പൊ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, നമ്മുടെ സഹോദരിമാർ മനസ്സിലാക്കാൻ വേണ്ടി. കാഫിറായിട്ട് മോളെ നീ മരിച്ചുപോയി, തീർന്നില്ല, നഊദു ബില്ലാഹ്, ആഖിറത്തിൽ രക്ഷയില്ലല്ലോ. മുസ്ലിമായിട്ട് നീ മരിച്ചു, ജീവിതത്തിലും കുറച്ച് തെറ്റുണ്ടായിരുന്നു, അള്ളാഹ് നിന്നെ കുറച്ചാൾ നരകത്തിയിട്ട് ശിക്ഷിച്ചിട്ട് പഠിച്ചു. അള്ളാഹ് എല്ലാ റമളാൻ മാസത്തിലും അള്ളാഹ് കുറെ ആളുകളെ മോചിപ്പിക്കലുണ്ടല്ലോ, അക്കൂട്ടത്തിലൊക്കെ ഞാൻ കേട്ടുവിടാം, അക്കൂട്ടത്തിൽ പെട്ടുവോ. പക്ഷെ മുശ്രിക്കത്തായി മരിച്ചുപോയാൽ പിന്നെ എന്ത് ചെയ്യും? ഗംഗാ യമുന കാവേരി എന്നൊക്കെ സബീന ആയിഷയുടെ പേരൊക്കെ മാറ്റിയാണ്. ഗംഗാ യമുന കാവേരി എന്നൊക്കെ വെച്ചിട്ട് നീ മരിച്ചുപോയാൽ നിനക്ക് മയ്യത്ത് പോലും നിസ്കരിപ്പിക്കാതെ നിന്നെ കൊണ്ട് വൈദ്യുതി ശ്മശാനത്തിൽ കൊണ്ടുവച്ച് കരച്ച് ചാമ്പലാക്കി ദുനിയാവിൽ വെച്ച് തന്നെ ഏറ്റവും വലിയ തെളിവാ വൈദ്യുതി ശ്മശാനം, തീ, അതിലേക്ക് തന്നെ ദുനിയാവിൽ വെച്ച് നാർ അതിലേക്ക് കൊണ്ടുപോയി. അതുകൊണ്ടാണ് അല്ല മറ്റേ സാധനത്തിൽ അയാൾ പറഞ്ഞ് ഡേയ് നെറുപ്പിട എന്ന് പറയേണ്ട കാരണം. നെറുപ്പിടാന്ന് പറഞ്ഞാൽ വെറുതെ നെറുപ്പിടാന്ന് പറഞ്ഞാൽ തീയടാ, സൂക്ഷിച്ചോ. അള്ളാഹ് പറഞ്ഞ വാക്ക് കടമെടുത്താണ് രജനികാന്ത്. നെറുപ്പടാ, സൂക്ഷിച്ചോടാ. അള്ളാഹെ നീ ഭയപ്പെട്ടില്ലെങ്കിൽ നീ സൂക്ഷിച്ചോ, നിനക്കിരിക്കുന്നത് നെറുപ്പാണ്.
നമ്മളിപ്പോ ഒരു തെങ്ങ് വളർത്തി. നമ്മളിപ്പോ ഇവിടെയൊക്കെ തെങ്ങും തൈ നടും. എന്താണ് ഈ തെങ്ങും തൈ കൊണ്ടുള്ള ഉദ്ദേശം എന്താ? നമുക്ക് നല്ല തേങ്ങ കിട്ടണം, ഇല്ലെങ്കിൽ കരിക്ക് കിട്ടണം. ഇതല്ലേ ഇതുകൊണ്ടല്ലേ തെങ്ങും തൈ നമ്മൾ വെക്കും. തെങ്ങ് വെക്കുന്നുണ്ടല്ലോ ലക്ഷ്യം അതല്ലേ? കരിക്ക് കിട്ടണം, അല്ലെങ്കിൽ തേങ്ങ കിട്ടണം. കരിക്കുമില്ല, തേങ്ങയുമില്ല. കുറെ നാള് നോക്കി, മരുന്നൊക്കെ ചെയ്ത് നോക്കി, ഒരു രക്ഷയില്ല. പിന്നെ നമ്മൾ കാരണവന്മാര് പറയും നല്ല പലക കിട്ടുമെങ്കിൽ ഈ തട്ടടിക്കാർക്ക് കൊടുക്കാം, വന്ന് നോക്കട്ടെ. അവര് വന്ന് നോക്കും, കാക്ക ഇത് വിളഞ്ഞിട്ടില്ലേക്കാ, നമുക്ക് അതുകൊണ്ട് തട്ടടിക്കാനൊന്നും പറ്റൂല. അവസാനമായിട്ട് തീരുമാനം എടുക്കും. ഭാര്യ പറയും ആർക്കും ഫായിദ ഇല്ല, ഈ സാധനം വെറുതെ വളർന്നു വന്നു, ഒരു ഗുണവും ഇല്ല. നമുക്ക് കിട്ടേണ്ട 3 ഗുണങ്ങളാ. ഒന്ന് കരിക്ക്, അല്ലെങ്കിൽ തേങ്ങ, ഇല്ലെങ്കിൽ നല്ല പലക. ഈ 3ഉം കിട്ടാതെ വന്നാൽ അവസാനമായി ആ പെണ്ണ് പറയും ഇത് വെട്ടിമുറിച്ച് ചെറുതാക്കി പീസാക്കിയാൽ നമുക്ക് വിറകിലായിട്ട് തീയിൽ വെക്കാം. നെറുപ്പിടാ. ഇതാണ് നെറുപ്പ്. മനസ്സിലായോ? ശരിയല്ലേ? ലാസ്റ്റ് ഘട്ടത്തിൽ പോകുന്ന എങ്ങോട്ടാ മനസ്സിലാവുന്നില്ലായിരിക്കും. നല്ല ഒരു മാവ്, ഈ മാവ് നമ്മൾ അങ്ങ് മണ്ണുത്തിന്ന് വാങ്ങിക്കൊണ്ട് വന്നാണ്. 750 രൂപയ്ക്ക് മണ്ണുത്തിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് നല്ല മാവ് 3 വർഷം കൊണ്ട് കായ്ക്കും, നല്ല പഴം കിട്ടും, നല്ല മാങ്ങ കിട്ടും എന്നൊക്കെ പറഞ്ഞ് വളർത്ത് വലുതാക്കി കൊണ്ടുവന്നിട്ട് അതിനകത്ത് മാങ്ങായില്ല, പിച്ചണ്ടി പോലും ഇല്ല, സാധനം ഒന്നുമില്ല അതിനകത്ത്. കുറച്ചാളൊക്കെ നോക്കി, രക്ഷയില്ല. വളർന്ന് വലുതായിട്ട് കാതലുണ്ടോ, നമുക്കത് അറുത്തുണ്ടെങ്കിലും ഗുണമുണ്ടോ? അതിനുമില്ല. പിന്നെ എന്ത് ചെയ്യും? പെണ്ണുങ്ങളത് വെട്ടിക്കളയോ? ഇല്ല, അത് വെട്ടി ചെറുതാക്കി പീസാക്കിയിട്ട് നെറുപ്പിലേക്ക് വെച്ചുവിടും, നരകത്തിലേക്ക് കയറ്റിവിടും, തീയിലേക്ക് കയറ്റിവിടും. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. അള്ളാഹ് ഗഫാറാണ്, അഫ്വാൻ. മനുഷ്യനെ അള്ളാഹ് സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം എന്താണ്? അവന് ഇബാദത്തെടുക്കണം, ശിർക്ക് വെക്കാൻ പാടില്ല, അള്ളാഹുമായുള്ള ബന്ധം നിലനിർത്തണം. അതിന് ഒരു മുസ്ലിമായ സഹോദരൻ തയ്യാറാകുന്നില്ല എങ്കിൽ അവസാനമായി നിന്നെ കൊണ്ടുപോയിടുന്നത് തീയിലേക്കാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തഹരീമിലൂടെ നമുക്ക് ഒരു ആയത്ത് പഠിപ്പിച്ചത്. യാ അയ്യുഹല്ലദീന ആമനൂ أنفسكم وأهليكم نارا وقودها الناس والحجارة. അല്ലാഹു തആല പഠിപ്പിച്ചതാണ്. നിങ്ങളുടെ കുടുംബത്തെ സൂക്ഷിച്ചോ. ഉപ്പമാരെ, ഉമ്മമാരെ, വാപ്പ, ഉമ്മ, രക്ഷകർത്താക്കളെ, മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ സൂക്ഷിച്ചോ. നരകത്തിന്റെ വിറക് കൊള്ളിയായിട്ട് മാറണ്ട. നിങ്ങളോടുള്ള ഉപദേശം. അൻഫുസകും വഅഹ്ലീകും നാറാ. സൂക്ഷിച്ചോ, നെരുപ്പിനെ സൂക്ഷിച്ചോ, തീയെ സൂക്ഷിച്ചോ. നിങ്ങളുടെ മക്കളോട് പറയാനാണ് അള്ളാഹ് പറഞ്ഞത്. മക്കളോട് പറയണ പറഞ്ഞത്, നിങ്ങളുടെ കുടുംബക്കാരോട് പറയണ പറഞ്ഞത്, നിങ്ങളുടെ ഭാര്യയോട്, നിങ്ങളുടെ ഭർത്താവിനോട്, നിങ്ങളുടെ കുഞ്ഞനുജത്തിയോട്, വലിയ ജ്യേഷ്ഠത്തിയോട് ഇത് പറയാനാണ് അല്ലാഹു തആല പറഞ്ഞത്. സൂക്ഷിച്ചോ, നരകമാണ്, അതിൽ കത്തിക്കുന്നത് മനുഷ്യനെയും കല്ലുമാണ്, അവിടെ വേറെ വെറുതൊന്നുമല്ല. മനുഷ്യനെ കൊണ്ട് കിട്ടേണ്ട ഗുണം കിട്ടാതെ വന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരെ തള്ളുന്നത് നരകത്തിലേക്കാണ്. കാരണം എന്താ? എല്ലാം വെള്ളയാ, കാതലൊന്നുമില്ല. മാഫി കാതൽ മൊത്തം വെള്ള. ഇവനെ അറുത്താല് ഒരു ഉരുപ്പടി പോലും കിട്ടൂല, കട്ടിലിന്റെ കാല് പോലും കിട്ടൂല. അതുകൊണ്ട് എന്ത് ചെയ്യാ? വെള്ളം. യാ അല്ലാഹ്, തള്ളിയരെ. അത് തന്നെ സംഭവം. അതുകൊണ്ട് നമ്മൾ വെള്ളയാകാൻ പാടില്ല, കാതലാവണം. അതാണ് അല്ലാഹു തആല ഇത് ഉദ്ദേശിക്കുന്നത്. വളരെ ഗൗരവത്തോടു കൂടിയാണ്, വളരെ ഗൗരവത്തോടു കൂടിയാണ് ശിർക്കിനെ കുറിച്ച്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അലാ ഉനബ്ബിഉകും ബിഅക്ബറിൽ കബായിർ ഖാലൂ വമാ ഹിയ യാ റസൂലല്ലാഹ് ഖാലൂ ബലാ യാ റസൂലല്ലാഹ്. സ്വഹാബത്തെ, ഏറ്റവും വലിയ മഹാപാപം ഏതെന്ന് പഠിപ്പിച്ചു തരട്ടെയോ? മഹാന്മാരായ സ്വഹാബാക്കൾ പറയുകയാണ്, ബലാ യാ റസൂലല്ലാഹ്, അതെ അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നാൽ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അൽ-ഇശ്റാഖു ബില്ലാഹ് വ ഉഖൂഖുൽ വാലിദൈൻ. അല്ലാഹുക്ക് എതിരെ പ്രവർത്തിക്കലാണ്, അല്ലാഹുവിന്റെ സ്ഥാനത്ത് മറ്റൊരു സൃഷ്ടികളെ ആരാധിക്കല. പടച്ചവന്റെ ദർബാറിൽ നെറ്റിത്തടം വെച്ച് സമർപ്പിക്കേണ്ടതിന് പകരം സൃഷ്ടികളുടെ മുന്നിൽ നെറ്റിത്തടം വെച്ച് സുജൂദ് ചെയ്യുന്നതിനെ അല്ലാഹു നിരോധിച്ചിരിക്കുകയാണ്. സഹാബത്തെ, അത് ഏറ്റവും വലിയ പാപമാണ്, അത് പൊറുക്കാൻ പറ്റാത്ത പാപമാണ്. രണ്ടാമത് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, മാതാപിതാക്കളെ വേദനിപ്പിക്കലും ഇതേപോലെ
പോലെ വൻഭാവമാണ് സഹാബ. ثم جلس متكئا فقال പിന്നീട് അല്ലാഹുവിന്റെ റസൂൽ വിശാലമായി ഒന്നിരുന്നു കൊണ്ട് നബിന റസൂലുള്ളാഹി തങ്ങൾ വീണ്ടും പ്രഭാഷണം തുടങ്ങുകയാണ്. അലാ വഖൗലു സൂർ അലാ വശഹാദത്തു സൂർ. തീർന്നില്ല സഹാബത്തെ, അവസാനിക്കുന്നില്ല സഹാബ. ഓർക്കണേ ഓർക്കണേ, ഒന്നുകൂടെ പറയട്ടെയോ, വൻപാപത്തിൽപ്പെട്ടതാണ് അലാ വഖൗലു സൂർ. കള്ളവാക്ക് പറയൽ വൻപാപമാണ്, വൻപാപമാണ്. അലാ വശഹാദത്തു സൂർ, കള്ള സാക്ഷ്യത്വം വഹിക്കലും അതിന് കൂട്ടുനിൽക്കലും വൻപാപമാണ്, വൻപാപമാ. അല്ലാഹുവിന്റെ റസൂൽ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോ സഹാബാക്കൾക്ക് വിരസത തോന്നിയിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബാക്കൾക്ക് പറയാൻ കഴിയാതെ വന്നപ്പോ ബഹുമാനപ്പെട്ട സഹാബത്ത് പറയുകയാണ്, ഹത്താ ഖുൽനാ ലൈതഹു സകതാ. അല്ലാഹുവിന്റെ റസൂൽ ഒന്ന് ഇതൊന്ന് നിർത്തിയിരുന്നെങ്കിൽ എന്നുപോലും ഞങ്ങൾ ആശിച്ചു പോയെന്ന് ബഹുമാനപ്പെട്ട സഹാബാക്കൾ പഠിപ്പിക്കുകയാണ്. സഹാബാക്കൾ പറയാണ്, ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു, അലാ വഖൗലു സൂർ അലാ വശഹാദത്തു സൂർ അൽ ഇശ്റാഖു ബില്ലാഹ് വഉഖൂഖുൽ വാലിദൈൻ. വൻപാപമാണ്, വൻപാപമാണ്, വൻപാപമാണ്. സൂക്ഷിക്കണേ സൂക്ഷിക്കണേ സൂക്ഷിക്കണേ, പൊറുക്കപ്പെടുകയില്ല, പൊറുക്കപ്പെടുകയില്ല. ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. സഹാബത്ത് പറഞ്ഞു, നിർത്തിയാ മതി, അല്ലാഹുവേ നിർത്തൂലേ, എന്തിന് ഇതിന്റെ ഗൗരവം? എന്റെ ഗൗരവം എത്ര ഉള്ളതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നത്. ഇത് നിർത്തി കിട്ടാൻ വേണ്ടി സഹാബാക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നിർത്താത്ത എന്താ. അപ്പൊ അതേപോലെ നിങ്ങൾക്കിപ്പോ ഒരു വിരസത തോന്നുന്നത് പോലെ ഇതിന്ന് ഇയാൾ മാറുന്നില്ല, വേറെ അങ്ങോട്ട് കയറുന്നില്ല, കേറൂല്ല, എന്താ ഉസ്താറാക്കിയിട്ട് അങ്ങോട്ട് എടുത്തില്ല കയറുള്ളൂ.